ഇന്ന് എൻ്റെ മൂത്ത മോളുടെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ എന്നോട് കുഞ്ഞു ബേബി പറഞ്ഞു, അമ്മ നമുക്ക് കേക്ക് ഉണ്ടാക്കാമെന്ന്. ചേട്ടാ ഇല്ലാത്തത് കൊണ്ട് കേക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. എന്നാൽ വിചാരിച്ചെന്നാൽ ഉണ്ടാക്കാം. അപ്പോൾ അവളുടെ സജഷൻ വന്നു, ഇല്ല ബൂബു കേക്ക് ഉണ്ടാക്കാം അമ്മയെന്ന്. അങ്ങനെ അതുണ്ടാക്കുന്നതാട്ടോ നിങ്ങൾ കാണുന്നത്. 1 കിലോ കേക്ക് ഉണ്ടാക്കാമെന്നാട്ടോ ഞാൻ വിചാരിച്ചത്. അതിനായിട്ട് 4 മുട്ട, വാനില എസൻസ്, ഒരു പിഞ്ച് സോൾട്ട്, 3/4 കപ്പ് ഷുഗർ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നതാട്ടോ നിങ്ങൾ കാണുന്നത്. എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാമെന്നറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനുണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇത് നല്ലോണം പതിഞ്ഞ് പൊന്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദ മിക്സ്, ഇതിലേക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ എന്നിവ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചേക്കുന്ന മിക്സാട്ടോ നിങ്ങൾ കാണുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തു. എന്താല്ലേ ഓരോ വർഷം ഓരോ കേക്ക്. പണ്ടൊന്നും ഞങ്ങളിങ്ങനെ കേക്ക് വാങ്ങുകയും കട്ട് ചെയ്യുകയും ഒന്നും ചെയ്യില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെയുള്ള ആർക്കും കേക്ക് ഇഷ്ടമല്ലേ. ഇത്തിരിയെങ്കിലും കഴിക്കുന്നത് എൻ്റെ മൂത്ത മോളാട്ടോ. ചെറിയ മോൾക്ക് ഷുഗർ ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ ഒട്ടും കഴിക്കാറില്ല. ഇതിലേക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാട്ടോ ആഡ് ചെയ്യുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇളക്കി കൊടുക്കണേ. അത് കഴിഞ്ഞ് ഞാൻ 1/2 കിലോൻ്റെ 2 ഡബ്ബയാട്ടോ എടുത്തത്. അത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തു. അതാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇനിയാണ് നമ്മുടെ പണി കിടക്കുന്ന മൊത്തം. അതിനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തേ. 1.5 കപ്പ് എടുത്തത്. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതിനായിട്ട് അത് നല്ലവണ്ണം മിക്സ് ആകുന്ന സമയത്ത് അത് പതിഞ്ഞ് പൊന്തിച്ചെടുക്കണം വിപ്പിംഗ് ക്രീം. ആ സമയമാകുമ്പോഴേക്ക് നമുക്ക് കേക്ക് മുറിച്ചെടുക്കാമല്ലോ. അങ്ങനെ ഞാൻ കേക്ക് മുറിച്ച് വെച്ചു. ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഗണാഷ് ആഡ് ചെയ്തു കേട്ടോ. ചോക്ലേറ്റ് കേക്കല്ലേ ഉണ്ടാക്കുന്നത്, അതാട്ടോ ആ കളറിലിരിക്കുന്നത്. ഇത് നമുക്കിനി ഓരോ ലെയറിലേക്കും, കേക്കിൻ്റെ ഓരോ ലെയറിലേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക, അതേപോലെ ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്യുക. അങ്ങനെ ഇവിടെ പഞ്ചസാര സിറപ്പ് സാധാരണ ഉപയോഗിക്കാറില്ല കേട്ടോ ഞങ്ങൾ. കേക്ക് അതൊഴിച്ചാൽ ഇച്ചിരി കൂടിയും കേക്ക് സോഫ്റ്റ് ആവുക. ഞാനത് ഉപയോഗിക്കാറില്ല, കാരണം വെച്ചാൽ ഷുഗർ ഇവിടെ ആർക്കും ഒട്ടും തന്നെ ഇഷ്ടമില്ല. അങ്ങനെ 4 ലെയർ ഞാൻ വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ലഘുവല്ലേ ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണമല്ലോ. അങ്ങനെ ഞാനിതൊന്ന് കട്ട് ചെയ്ത് ക്രം കോട്ട് ചെയ്തു കേട്ടോ. ഇനി ഇത് സ്മൂത്തായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം അതിൻ്റെ മേളിൽ നമുക്ക് ഡിസൈൻ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ലഘുവാണെങ്കിൽ ക്രം കോട്ടിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നല്ലോണം ക്രം കോട്ട് ചെയ്തെടുത്ത കേക്ക് അടുത്തായിട്ട് നമ്മൾ ഫേസ് ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങളിങ്ങനെ ഓടിച്ച് കാണുമെങ്കിലും ഇത് ഒത്തിരി നേരത്തെ പണിയാട്ടോ. വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നിൽക്കുകയില്ല. ഫോണ്ടിൻ്റെ ആണെങ്കിൽ നമുക്ക് പണി എളുപ്പം കഴിയുമേ. പക്ഷെ ഫോണ്ടിനൊന്നും ഞാനങ്ങനെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അഥവാ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം ചോക്ലേറ്റ് വെച്ച് തന്നെയാണ് കേട്ടോ അധികം ഉണ്ടാക്കാറ്. അങ്ങനെ ഫേസ് ആക്കിയെടുത്തു, ഹെയർ ആക്കിയെടുത്തു. അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ചെവി ഉണ്ടാക്കുന്നതാണ്. ഈ സമയത്തൊക്കെ എൻ്റെ ചെറിയ മോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എക്സാമായിട്ട് അവൾക്ക് കുറേ നേരം എൻ്റെ അടുത്ത് ഇരിക്കാനും പറ്റുന്നില്ല. ചെറിയ മോൾ എന്ത് ചെയ്തെന്നറിയാവോ, അവളുടെ മൂത്തയാളെ വെളിയിലേക്ക് വരാതെ അവിടെ തന്നെ പിടിച്ചിരുത്തിയേക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന് പറയും, അമ്മേ അവളിപ്പോൾ ഒരു കേട്ടോ വേഗം ഉണ്ടാക്കുന്നു. അങ്ങനെ ചെവിക്ക് വേണ്ടി ഞാൻ ചോക്ലേറ്റാണ് ഡബിൾ ബോയിൽ മെത്തേഡിൽ ചോക്ലേറ്റ് എടുത്ത് ചെവിയുടെ ആകൃതിയിൽ ആക്കിയെടുത്തു. എന്നിട്ട് ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒന്ന് വെച്ച് തണുപ്പിച്ചെടുത്തു. അപ്പോഴത്തേക്ക് അത് കട്ടയായേ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫേസ് ഉണ്ടാക്കാൻ വെച്ച് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. അത് ആ ഷേപ്പിലാക്കി കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മളിനി ഗണാഷും കൂടി ആക്കും. അപ്പോൾ ഒരു ഭംഗിയായില്ലേ കാണാൻ. ഈ ലബൂബുവിൻ്റെ ചരിത്രം എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിള്ളേർ നമ്മളോട് ഓരോന്ന് പറയുന്നത് മാത്രമല്ലേ നമുക്ക് അറിയുന്നുള്ളൂ.
പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്യും, എന്തോ ഡബിളാണോ അങ്ങനെയൊക്കെ പിള്ളേരിങ്ങനെ പറയുന്നത് കേട്ടു. നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലേ, വയസ്സ് 38 ആയില്ലേ, അതുകൊണ്ടായിരിക്കാം നമുക്കതിനെക്കുറിച്ചൊന്നും അധികം അറിയത്തില്ലാത്തത്. അങ്ങനെ ഞാൻ അതിൻ്റെ ചെവി അവിടെ ഫിക്സ് ചെയ്തു. അടുത്തത് നമുക്ക് മുഖം വരയ്ക്കേണ്ട പണിയാണ്. ഗണാഷ് വെച്ച് നമ്മൾ വിപ്പിംഗ് ക്രീമേൽ ചെയ്യുമ്പം ഭയങ്കര പണിയാട്ടോ, ഈ കാണുന്നത് പോലെയൊന്നും അല്ല. അങ്ങനെ ഞാൻ ഐ വെച്ചു. അടുത്ത് നമുക്ക് പല്ല് വെക്കേണ്ടതാണ്. അങ്ങനെ പല്ലും പയ്യെ വെച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഏകദേശം ലബൂബുവിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. സാധാരണ 1 നൈറ്റ് വെച്ചാൽ ഏറ്റവും നല്ലത്. പക്ഷെ ഞങ്ങൾക്ക് രാത്രി 12 മണിയാകുമ്പോൾ മുറിക്കണേ, അതുകൊണ്ട് ഞാൻ 1 നൈറ്റൊന്നും വെക്കുന്നില്ല. ഏകദേശം കേക്ക് ഉണ്ടാക്കി വന്നപ്പോഴേക്കും 10 മണിയായി. ഇനിയൊന്നും വന്ന് മേല് കഴുകി കൊച്ചിനെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് വരുമ്പോഴേക്കും കേക്ക് എടുക്കാറാകും. അങ്ങനെ പല്ലും വെച്ച് കഴിഞ്ഞ് ഞാൻ നേരെ ഇത് ഫ്രീസറിലേക്ക് വെക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോയിലേ ഞങ്ങൾ രാത്രി കേക്ക് കട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ചേട്ടായി ഇല്ലാത്തതുകൊണ്ട് ചേട്ടായിനെ വീഡിയോ കോൾ വിളിക്കുന്ന രംഗമാണ് കാണുന്നത്. ചേട്ടായി ഉള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ കൊല്ലത്ത് ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷത്തിന് അധികമൊന്നും ഞങ്ങൾ ആഘോഷിക്കാറില്ലെന്നേ, ഒരു കേക്ക് മുറിച്ചൊക്കെ ഞങ്ങൾ ആഘോഷിക്കാറുള്ളൂ. ഞാൻ എന്തിനാ ഇത് ഇവിടെ ഇട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മുടെ ജീവിതം എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അതവിടെ നിന്നു പോകില്ല, പിന്നെയും ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് വരണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം കേട്ടോ നിങ്ങൾ. എന്നെ നോക്കിയാൽ മതി, കിട്ടുന്ന സമയം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്യുന്നത്.